കോമൺലി കണ്ടുവരുന്നൊരു ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് വർക്ക് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ക്രാക്സ് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഫൈബർ മെഷ് ഫിക്സിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. കോമൺലി യൂസ് ചെയ്ത് വരുന്ന മെത്തേഡാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലാസ്റ്ററിങ്ങിന് മുന്നേ മെഷ് ഫിക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതിലെന്താ സ്പെഷ്യാലിറ്റി എന്നുള്ളൊരു കാര്യങ്ങൾക്ക് തോന്നാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺലി എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ്ങിന് ടൈം തന്നെയാണ് ഈ മെഷ് ഫിക്സ് ചെയ്ത് തേച്ച് പോകുന്നത്. അതെങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്, അത് നമ്മൾ നെയിലടിച്ച് പ്രോപ്പറായിട്ട് കോണ്ടിയൂട്ട് ഷേക്ക് ഇല്ലാത്ത ലെവലിൽ ഫിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിൽ 1:1 റേഷ്യോയിൽ നമ്മൾ മോട്ടോർ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം അതൊന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഫൈബർ മെഷ് ഗ്രൗണ്ടിൽ വെച്ച് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലാറ്ററേറ്റും കോണ്ടിയൂട്ട് പൈപ്പും രണ്ട് മെറ്റീരിയലാണ്, രണ്ടിനും 2 തെർമൽ എക്സ്പാൻഷനാണ്. അപ്പോൾ അത് മൂലം ഉണ്ടാകുന്ന ക്രാക്സുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. 3 ദിവസം പ്രോപ്പറായി ക്യൂറിങ് ചെയ്ത് സ്ട്രെങ്ത് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഉൾമാർക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്.